നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കടുത്ത പ്രതികാര നടപടികളുമായി ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. 2019 പൗരത്വ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. സ്ത്രീകൾ അടക്കമുള്ളവരുടെ ജാമ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റദ്ദു ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. പ്രതിഷേധിച്ചാൽ രാജ്യദ്രോഹമാകില്ലെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞാലും പുല്ലുവില കൽപ്പിച്ചാണ് പോക്ക്. CAA സമരം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കു ശേഷമാണ് ദ്വീപിലെ സാധാരണക്കാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്താൻ പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും രേഖകളും ഇന്ന് പുറത്തുവന്നു. പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനാണെന്ന് കാട്ടി ദാമൻ ദ്യൂ സർക്കാർ ജീവനക്കാർ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സർവാധികാരിയായി ലക്ഷദ്വീപിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. മറ്റൊന്നുകൂടി പറയാം. ലക്ഷദ്വീപിലേക്കുള്ള ഒറ്റ വിമാനയാത്രയ്ക്ക് പ്രഫുൽ പട്ടേൽ ചെലവാക്കിയത് 23 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലുള്ള പ്രഫുൽ ഖോഡ പട്ടേൽ കിരാത നടപടികൾ വേഗത്തിലാക്കുകയുമാണ്. ദ്വീപിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു എന്ന വാർത്തയും ഇന്ന് പുറത്തുവന്നു. ദ്വീപിലെ പട്ടേലിൻ്റെ സാമന്ത ഭരണമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. ലോക്ക്ഡൗൺ ഇളവുകൾ നാളെ മുതൽ. KSRTC സർവീസുകൾ മിതമായ തോതിൽ. ബവ്ക്യൂ ആപ്പില്ല. മദ്യവിൽപ്പന കോവിഡ് മാനദണ്ഡം പാലിച്ച്. ഇന്ന് 13,270 പേർക്ക് കൂടി കോവിഡ്, 147 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79%. മഞ്ചേശ്വരത്തിനു പിന്നാലെ കൽപ്പറ്റയിലും കെ സുരേന്ദ്രനെതിരെ കേസ്. കോടതിയുടെ ഉത്തരവ്. CK ജാനുവിന് 50 ലക്ഷം കോഴ നൽകിയെന്ന കേസിൽ. മുഖ്യമന്ത്രിക്കെതിരായ രാധാകൃഷ്ണന്റെ ഭീഷണി. അക്രമം അഴിച്ചുവിടാനെന്ന് A. വിജയരാഘവൻ. ചിരിച്ചു കാട്ടുന്നവരെല്ലാം സുഹൃത്തുക്കളല്ലെന്ന് കെ സുധാകരനെ ഓർമ്മിപ്പിച്ച് ചെന്നിത്തല. BJP ബന്ധം ആരോപിച്ചപ്പോൾ പ്രതിരോധിക്കാൻ ആരുമുണ്ടായിരുന്നില്ലെന്നും തുറന്നു പറഞ്ഞു ചെന്നിത്തല. കോവിഡ് കാലത്ത് ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി സ്ഥാനാരോഹണം ആഘോഷമാക്കി കെ സുധാകരൻ. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസ്. ചെന്നിത്തലയെ ദില്ലിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. UDFനെ വെട്ടിലാക്കി ചെന്നിത്തലയുടെ കത്ത്. ചന്ദന ഒഴികെയുള്ള മരം മുറിക്കാൻ അനുമതി നൽകണമെന്ന ചെന്നിത്തലയുടെ കത്ത് പുറത്ത്. അന്വേഷണ സംഘം വയനാട്ടിൽ. യൂറോ കപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇറ്റലി ഇന്നിറങ്ങും. ഫിൻലൻഡ് റഷ്യയും തുർക്കി വെയിൽസിനെയും നേരിടും. കൊക്കക്കോള കുപ്പി നീക്കം ചെയ്ത റൊണാൾഡോയുടെ നടപടി വൈറൽ. കമ്പനിയുടെ വിപണി മൂല്യത്തിൽ $520 കോടി നഷ്ടം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നോക്കാം. M. സ്വരാജ്, CPIM നേതാവ്. BJP നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷ്. പൊതുപ്രവർത്തകൻ ലക്ഷദ്വീപ് സ്വദേശി ശ്രീ കോമളം കോയ. ശ്രീ സുരേഷ് ചർച്ചയിലേക്ക് എത്തുന്നതേയുള്ളൂ. ശ്രീ സ്വരാജ്, ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം വന്ന വാർത്തയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ പങ്കെടുത്തതിൻ്റെയൊക്കെ പേരിൽ അവിടെ കേസുണ്ടായിരുന്നു. ആ കേസിൽ ജാമ്യമൊക്കെ നേടി പുറത്തു നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, അതിൽ സ്ത്രീകളടക്കമുണ്ട്. അവർക്കൊക്കെ എതിരെ ജാമ്യമില്ല കുറ്റമായി വരുന്ന രാജ്യദ്രോഹ കുറ്റം 124A കൂടി ചുമത്തണം എന്ന നിർദ്ദേശമാണ് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് പോയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് പ്രതികാര നടപടികൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വിവരങ്ങളാണ് ഒരു ഭാഗത്തു കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒന്നൊന്നായി സംഭവിക്കുകയാണ്. ഇപ്പോഴാകട്ടെ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിലുണ്ട് താനും. തീർച്ചയായും ഇപ്പോൾ എടുക്കാൻ പോകുന്നുവെന്ന് കരുതപ്പെടുന്ന നടപടികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രതിഷേധിക്കുന്നവരുടെ മേൽ അന്യായമായ വകുപ്പുകൾ ചേർത്തതുമായെല്ലാം സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണവും
വിധിയുമെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഇതിനെ കാണണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രതിഷേധിക്കുവാനും സമരം ചെയ്യുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും നൽകുന്നുണ്ട്. അത് മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം, ഒരിക്കൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു അത് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള അവകാശമല്ല, അത് ആധുനിക കാലഘട്ടത്തിലെ എല്ലാ പൗരാവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമാണ്. പരിസ്ഥിതി സംബന്ധിച്ചൊരു കേസിലാണ് കോടതി ശുദ്ധവായുവും ശുദ്ധജലവും അതിൻ്റെ ലഭ്യതയെക്കുറിച്ചെല്ലാം സുപ്രധാനമായ ആ നിരീക്ഷണം നടത്തിയത്. അതിൻ്റെ അർത്ഥം ഈ ആധുനിക കാലത്ത് എല്ലാ പൗരാവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. അതിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള അവകാശവും സമരം ചെയ്യാനുള്ള അവകാശവും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശവുമെല്ലാം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ തന്നെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുമുണ്ട്. എന്നിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ജനാധിപത്യ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അന്ന് ചില വകുപ്പുകൾ പ്രകാരം കേസൊക്കെ എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം കൂടി, അതിൽ ഇപ്പോഴല്ല ഇതിനു മുമ്പ് രാജ്യദ്രോഹ കുറ്റം കൂടി ചേർത്ത് അവരെ എന്നേക്കുമായി ജയിലിലടക്കാനുള്ള നീക്കം ഈ അഡ്മിനിസ്ട്രേറ്റർ വന്ന ഉടനെ തുടങ്ങിയതാണ്. 3 പേരുടെ പേരിൽ അന്ന് 124 ചേർത്തുവെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അഡ്മിനിസ്ട്രേറ്റർ സംഘപരിവാരത്തിൻ്റെ വിനീത വിധേയനായ ഒരു ഭൃത്യനാണ്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോയിട്ട് ഒരു മനുഷ്യൻ എന്ന വിശേഷണത്തിന് പോലും അർഹനായ ഒരാളല്ല. സംഘപരിവാരം എന്താഗ്രഹിക്കുന്നുവോ ഒരു പടി കൂടി കടന്ന് അത് ചെയ്തു കൊടുക്കാൻ ഒരു വിശ്വസ്ത ഭൃത്യനായി അദ്ദേഹം വന്നിരിക്കുകയാണ് അവിടെ. ഇങ്ങനെ ഒരാളെ ഒരു പക്ഷേ സംഘപരിവാരത്തിന് വേറെ കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. RSS നേതൃത്വം ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ കൊട്ടേഷൻ എടുത്ത് വന്ന ഒരാളായിട്ടാണ് അദ്ദേഹം അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് വരേണ്ടതും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമായ ഒരു സവിശേഷ സാഹചര്യം ലക്ഷദ്വീപിൽ സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷ്, അതായത് ഈ വിശ്വസ്തന്മാരായ ഭൃത്യന്മാരെ, സ്വരാജ് അങ്ങനൊരു നല്ല രാഷ്ട്രീയ വിമർശനം ശക്തമായി ഉന്നയിച്ചുകൊണ്ടുള്ളൊരു വിശേഷണം കൂടിയാണ് മുന്നോട്ട് വെച്ചത്. വിശ്വസ്തന്മാരായ സംഘപരിവാരത്തിൻ്റെ ഭൃത്യന്മാരെ വിടുക, അവർ ആ നിലയിൽ പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് നേരെ അവർ പ്രതിഷേധിക്കുമ്പോൾ അത് ദേശദ്രോഹമാക്കി രാജ്യദ്രോഹമാക്കി മാറ്റുക, ഇതിൽ പരമൊരു ജനവിരുദ്ധത വേറെ എന്താണുള്ളത് സുരേഷ്? അത്തരം വിശ്വസ്തന്മാരായ ഭൃത്യന്മാരെ കുത്തി നിറയ്ക്കേണ്ടതാണോ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിനുമേൽ? അതാണ് ഉയരുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം. സ്വരാജ് തുടങ്ങി വെച്ചതും അതുതന്നെയാണ്. ശ്രീ സ്വരാജ് വിശ്വസ്തരായ മരുമക്കളെയും അതോടൊപ്പം തന്നെ മക്കളെയും ഒക്കെ ഈ മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ ഇതേപോലുള്ള ചുമതലകളിലും നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചും കൂടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയാൽ നല്ലതായിരിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കെങ്കിലും ഗുണമുണ്ടാകും എന്നാണ് അതിനെ തുടർന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്. 2, ഇവിടെ വിഷയം അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചൊന്നുമല്ല. അവിടെ പ്രഫുൽ കോട പട്ടേലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പട്ടേലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാസിമോ ആരോ വന്നോട്ടെ, അവിടെ BJPയുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതാണോ നടക്കുന്നത്? അദ്ദേഹം BJPയുടെ ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. പറഞ്ഞോളൂ. ഒന്ന്, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും അതോടൊപ്പം തന്നെ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനോടും വ്യക്തമായി പറഞ്ഞു. അവിടുത്തെ MP-യോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുശേഷം ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് അയച്ച കത്ത് പ്രകാരം അദ്ദേഹം ശ്രീ കാന്തപുരത്തെ വിളിച്ചിട്ട് അവിടെ ജനങ്ങളുടെ വിശ്വാസത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള നിലപാടുകളും നടപടികളും മാത്രമേ ഉണ്ടാകൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലപ്പുറം മറ്റൊന്നും തന്നെ BJPക്ക് ലക്ഷദ്വീപ് നിവാസികളോട് പറയാനില്ല. കാരണം ആ ലക്ഷദ്വീപ് സന്ദർശിച്ച, ആ ലക്ഷദ്വീപിൻ്റെ ഹൃദയം കവർന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ആ ലക്ഷദ്വീപിലെ ജനതയോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ സുരേഷ്, അവിടെയാണ് എൻ്റെ ഒരു സംശയം. ശ്രീ സുരേഷ്, അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ്, സേവ് ലക്ഷദ്വീപ് ഫോറം പോലെയുള്ള ജനങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്ന് നിങ്ങളുടെ യൂണിറ്റിനെ, നിങ്ങളുടെ പാർട്ടിയെ തന്നെ അവർ ഒഴിവാക്കി നിർത്തുന്നു.
ഇന്നടക്കം രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന നിലയിലേക്കുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു. ഇത് ജനവിശ്വാസം ഉറപ്പിക്കുന്നതാണോ? അതാണ് ഇന്നത്തെ പ്രശ്നം. താങ്കൾ പറഞ്ഞതും അവിടെ സംഭവിക്കുന്നതും തമ്മിൽ ഒരു പൊരുത്തവുമില്ലല്ലോ. അവിടെ ഇപ്പം നടക്കുന്ന സമരം എന്ന് പറയുന്നത് അത് BJPക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിലും കാർഷിക നിയമത്തിലും ഒക്കെ പാലസ്തീൻ വിഷയത്തിലും ഒക്കെ ഈ കേരളത്തിലുള്ള കുറച്ച് അവിടെ കയറാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കുറേ SDPI എലമെൻസും ഒക്കെ ഈ കേരളം കേന്ദ്രീകരിച്ചുണ്ടാക്കുന്ന ചില അഭ്യാസ പ്രകടനമാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത്. അതിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ കോമളം കോയയെ പോലെയുള്ള ഇവിടുത്തെ കുറച്ച് CPM ഇവിടുത്തെ ആവേശം ഉൾക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന കുറച്ച് CPMകാരും കുറച്ച് NCPക്കാരും കുറച്ച് കോൺഗ്രസ്സുകാരും ഒക്കെ അവിടുത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊക്കെയാണ് കൊട്ടിഘോഷിച്ചത്? അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രവേശനം ഉണ്ടാവില്ല, തടയും, തകർക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനത നിഷ്കളങ്കരാണ്. നിങ്ങൾ ഇവിടെ കാണിക്കുന്ന രീതിയിലുള്ള പ്രചരണ ഘോഷങ്ങളൊന്നും അവിടുത്തെ സാധാരണ പാവപ്പെട്ടവരൊന്നും ബാധിച്ചിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അന്ന് കറുത്ത വേഷങ്ങൾ, കറുത്ത മാസ്ക് ഇതൊക്കെ ധരിച്ചാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്ററെ സന്തോഷത്തോടെയാണോ ആ സ്വീകരണം എന്ന് പറയുന്നത് ശ്രീ സുരേഷ്? യഥാർത്ഥത്തിൽ ശ്രീ കോമളം കോയയോട് എനിക്ക് പറയാനുള്ളൂ, ഇവിടെ സ്വരാജ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൈരളി ചാനലിലുമാണ് വന്നിരിക്കുന്നത്. ഈ കേരളത്തിലുള്ളവർക്ക് ലക്ഷദ്വീപിനോട് എന്തെങ്കിലും ഐക്യദാർഢ്യമുണ്ടെങ്കിൽ ആ ബേപ്പൂർ തുറമുഖം അത് BOT മോഡലിൽ അത് സംരക്ഷിക്കാൻ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ലക്ഷദ്വീപിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറയുക. ശ്രീ പിണറായി വിജയൻ സർക്കാരിനോട് അതിനുവേണ്ടിയുള്ള ചടുലമായിട്ടുള്ള നീക്കമെടുക്കാൻ ഈ 6ാമത്തെ വർഷമെങ്കിലും ഒന്ന് തയ്യാറാകാൻ പറയുകയാണ്. ലക്ഷദ്വീപിന് വേണ്ടി എന്തെങ്കിലും, അല്ലാതെ ഈ സേവ് ലക്ഷദ്വീപ്, സേവ് പാലസ്തീൻ അങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് ആ പാവപ്പെട്ട ജനതയെ പറ്റിക്കരുത്. അങ്ങനെ കേരളത്തിൽ അങ്ങനെയുള്ള കുറച്ച് മുദ്രാവാക്യങ്ങൾ, സേവ് ചെല്ലാനം എന്ന് പറയുന്ന മുദ്രാവാക്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എടുക്കും. അതല്ലേ കുറച്ച് മര്യാദ ഇവിടെ ഭരിക്കുന്നവർ? അല്ലെങ്കിൽ സേവ് കുട്ടനാട്, കഴിഞ്ഞ ദിവസം സേവ് കുട്ടനാട് പറഞ്ഞ ആ കുട്ടനാട്ടുകാരെ ഇവിടുത്തെ മന്ത്രി അസഭ്യം വിളിക്കുന്നതും അവരോട് തട്ടിക്കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കേരളത്തിൽ സേവ് കുട്ടനാട് പറയാൻ പാടില്ല, സേവ് ചെല്ലാനം പറയാൻ പാടില്ല. കേരളത്തിൽ ഇരുന്ന് വലിയ വീരവാദം അടിക്കും. അങ്ങ് സേവ് ലക്ഷദ്വീപ്, സേവ് ഖാസ അല്ലെങ്കിൽ സേവ് പാലസ്തീൻ, ഇതൊക്കെ ഒരു തട്ടിപ്പ് പണിയാണ്. ഈ തട്ടിപ്പ് പണി കൊണ്ട് ലക്ഷദ്വീപുകാരെ വഞ്ചിക്കാൻ ദയവ് ചെയ്ത് അവിടെ പ്രവേശനമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും അവിടെ പ്രവേശനമില്ലാത്ത മുസ്ലിം ലീഗുകാരും അവിടെ പ്രവേശനമില്ലാത്ത SDPIക്കാരും കേരളത്തിൽ നിന്ന് പണിയെടുക്കരുത്. അതാണ് താങ്കൾ തുടങ്ങി വെച്ച, താങ്കളുടെ നിരീക്ഷണം ആ പോയിന്റിലാണ് തുടങ്ങി വെച്ചത്. ഞാൻ മടങ്ങി വരാം, ശ്രീ സുരേഷിലേക്ക് മടങ്ങി വരാം. സ്വരാജ്, അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 70,000-ഓളം വരുന്ന ജനസംഖ്യയുള്ള ആ നാട്ടിൽ ആ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ഉത്തമ വിശ്വാസമാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സുരേഷ് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഘപരിവാരത്തിൻ്റെ വിശ്വസ്ത ഭൃത്യൻ എന്ന് താങ്കൾ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ അദ്ദേഹം അതിൽ കാണുന്ന ഒരു സംവിധാനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. അതുപോലെ തന്നെ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് അങ്ങനെ കേട്ടാൽ അസഹിഷ്ണുക്കളാകുന്ന ആളുകളാണ് ലക്ഷദ്വീപിന് വേണ്ടി ഈ വാദം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ ആർജിക്കാൻ അബ്ദുള്ള കുട്ടിക്ക് നൽകുന്ന ഉറപ്പുണ്ട്. ആ നിലയ്ക്കൊക്കെ പല ആളുകളോടും സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനവിശ്വാസം ആർജിച്ച് തന്നെയാണ് പോകുന്നതെന്ന് ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പറയുകയാണ്. അതിലെവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നത് സ്വരാജ് കേട്ടപ്പോൾ തോന്നിയത്? ഒന്ന്, ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ ശക്തമായി വിമർശിച്ചതാണ്. ആ വിമർശനം ഇനിയും തുടരും. പക്ഷേ നിർഭാഗ്യവശാൽ BJPയുടെ പ്രതിനിധി അതിന് മറുപടി പറഞ്ഞത് എന്താണ്? അദ്ദേഹം മരുമകൻ എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ നമുക്ക് നേർക്ക് നേരെ കാര്യം പറഞ്ഞു പോകാം. മക്കളും മരുമക്കളും ബന്ധുക്കളും നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ പാടില്ല എന്ന അഭിപ്രായമാണോ BJP അതാനുള്ളത്? ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. ഞങ്ങളുടെ BJPയിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് നിങ്ങൾ പറ. നിങ്ങളുടെ ഏതൊക്കെ നേതാക്കന്മാരുടെ ബന്ധുക്കൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇനി 2, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഈ ചർച്ച കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ച ഈ മരുമകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ആൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായ ശേഷമാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നത്? ഒരു ചർച്ചയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ കൂടി ഒരു മര്യാദയും മാന്യതയൊക്കെ പാലിക്കുന്നതല്ലേ നല്ലത്. ഞാനൊരു ഉദ്യോഗസ്ഥ മേധാവിയുടെ അതിരുവിട്ട നടപടിക്രമങ്ങളെ അതിശക്തമായി വിമർശിച്ചതാണ്. അതിന് താങ്കൾ പറഞ്ഞ മറുപടി ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ഇനി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു,
ലക്ഷദ്വീപിൻ്റെ ഹൃദയം കവർന്നു. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലക്ഷദ്വീപിലെ മണ്ണാണ് കവർന്നത്, ഹൃദയമല്ല. ആ മണ്ണിപ്പോൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ജീവിതം കവർന്നെടുക്കുകയാണ്. അതിനെതിരെയാണ് പ്രതിഷേധം. അപ്പോൾ ചോദിക്കുന്നു, സേവ് കുട്ടനാട് വേണ്ട, സേവ് ചെല്ലാനം വേണ്ടേ? ഇവിടേക്കുള്ളത് ഇവിടുത്തെ ജനങ്ങളിപ്പോൾ നേരിടുന്ന പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ഇവിടെ ആരുടെയും പേരിൽ രാജ്യദ്രോഹികളാക്കുന്നില്ല ആരെയും. ഇവിടെ ആരെയും പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിക്കുന്നില്ല. ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അവരെ തുറങ്കിലടക്കുന്നില്ല. ഇവരുടെ മണ്ണും ജീവിതവും കവർന്നെടുക്കാൻ പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്നില്ല. ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്നുണ്ടോ? അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും വില്ലേജ് പഞ്ചായത്തുകളുടെയും അധികാരപരിധിയിലുണ്ടായിരുന്ന വകുപ്പുകളെല്ലാം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നേരെ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ലക്ഷദ്വീപിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തതിൻ്റെ ഭാഗമായിട്ടാണോ? അവരുടെ ഭൂമി, അവരുടെ നിത്യ തൊഴിൽ, അവരുടെ ജീവിതം, ഇതിൻ്റെ മേലെല്ലാം നിങ്ങൾ കരിനിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്നത് രാജ്യദ്രോഹമാവുന്ന എങ്ങനെയാണ്? അതല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുമ്പോൾ അബ്ദുള്ള കുട്ടിക്ക് ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയോ? ആരാണ് അബ്ദുള്ള കുട്ടി? അദ്ദേഹം നിങ്ങളുടെ നേതാവല്ലേ? ഞാൻ അദ്ദേഹത്തെ ഇകഴ്ത്തി പറയല്ല, അദ്ദേഹം BJPയുടെ നേതാവല്ലേ? അദ്ദേഹം ലക്ഷദ്വീപിലെ നിവാസിയല്ല, അദ്ദേഹം ഏതെങ്കിലും ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളുമല്ല. അപ്പോൾ BJP നേതാവിന് BJP ഉറപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക? അത് നിങ്ങളുടെ ഒരു പാർട്ടി കാര്യമല്ലേ? നിങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യുന്ന വിശ്വാസത്തിലെടുക്കുന്ന ഒരു കാര്യമാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ, അവർ നേരിടുന്ന വെല്ലുവിളി, NRCക്കെതിരെ പ്രതിഷേധം നടത്തിയത് എന്നാണ്? 124 അതിൽ ആ കേസിൽ ഉൾപ്പെടുത്തിയത് എന്നാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷമാണ്. സമരം നടക്കുന്നത് അതിന് വളരെ മുമ്പാണ്. അതിനിടയിൽ ഇന്ത്യൻ പ്രസിഡന്റ് പോലും അവിടെ വന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളെ ആകെ ഭീകരവാദികളാക്കി മുദ്ര കുത്തുകയല്ലേ ചെയ്യുന്നത്? ലക്ഷദ്വീപ് നിവാസികളെ അപമാനിച്ചില്ലേ? മയക്കുമരുന്നും ആയുധവും ലക്ഷദ്വീപിൽ നിന്ന് പിടിച്ചു എന്ന് ചർച്ചയിൽ വന്ന് പലരും പറഞ്ഞില്ലേ? എന്താ സംഭവം? ആ കടലിൽ നിന്ന് പിടിച്ചതാണ്, മനസ്സിലായില്ലേ? പറയുമ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുകയാണ്. ഇപ്പോൾ അറബിക്കടലിൽ നിന്ന് എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ പിടിച്ചാൽ കേരളത്തിലെ ആളുകളെ നിങ്ങൾ സംശയത്തിൻ്റെ നിഴൽ നിർത്തുമോ? ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ കേരളവുമായി ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. പഴയ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു ലക്ഷദ്വീപ്. ഏറ്റവും വലിയ സാംസ്കാരിക വിനിമയം നടക്കുന്ന ഒരു പ്രദേശമാണ്. തീർച്ചയായും അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, അവിടുത്തെ ജനങ്ങളെ ശത്രുരാജ്യത്തെ ആളുകളെ പോലെ കണക്കാക്കുമ്പോൾ, അവരുടെ നിത്യജീവിതം വലിയ അപകടത്തിൽ വരുമ്പോൾ, അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുമ്പോൾ, അവരുടെ കൈവശമുള്ള സ്വത്തുക്കളും മണ്ണും പിടിച്ചെടുക്കുമ്പോൾ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആ ദ്വീപിനെ തീരെഴുതാൻ ശ്രമിക്കുമ്പോൾ ആ ദ്വീപിനെ രക്ഷിക്കണമെന്ന് പറയും. അവിടെ നിന്ന് വിലാപം ഉയരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും മനുഷ്യത്വമുള്ളവർ. അതുകൊണ്ടല്ല നിങ്ങളുടെ BJP ധാരാളം ആളുകൾ വിട്ടുപോയില്ലേ? ആ വിട്ടുപോയത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാനുള്ള രാഷ്ട്രീയമായ വിവേകമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രകടിപ്പിക്കേണ്ടത്. അത്രയും ഇപ്പോൾ ഞാൻ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷിലേക്കും ശ്രീ സ്വരാജിലേക്കും വരുമ്പോഴേക്കും ഇനി ചർച്ചയിലേക്ക് വരേണ്ട ശ്രീ കോമളം കോയ കൂടിയാണ്. ഇവിടെ സുരേഷ് വളരെ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയം, ലക്ഷദ്വീപ് ജനതയെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും അവിടുത്തെ ഭരണകൂടവും അതിൻ്റെ ഭാഗമായ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര ഭരണകൂടവും ഒക്കെ വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അത്രമേൽ നിങ്ങളുടെ ക്ഷേമത്തിൽ നല്ല ബോധ്യവും നല്ല താല്പര്യവുമുണ്ട്. അതിനെ ആരോ വളരെ ചെറിയൊരു വിഭാഗം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. അത് ചിലപ്പോൾ CPIMകാരാകാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആകാം എന്ന നിലയിലേക്ക് അതിനെ കാണുകയാണ്. പക്ഷേ 70,000-ഓളം വരുന്ന ലക്ഷദ്വീപ് ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി ആ ജനതയെ വിശ്വാസത്തിലെടുത്തു വെച്ചാൽ താങ്കൾ അടക്കമുള്ളവരെ വിശ്വാസത്തിലെടുത്താണ് പോകുന്നതെന്നുള്ള ഉത്തമ വിശ്വാസമാണ് സുരേഷിനുള്ളത്, ആ പാർട്ടിക്കുള്ളത്. അത് താങ്കൾ കേട്ടില്ലേ? ഇവിടെ കേൾക്കാം, പറഞ്ഞോളൂ. ഈ വിഷയം കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ ഈ വിഷയം സുരേഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, സുരേഷ് ലക്ഷദ്വീപിലെ BJP പാർട്ടി അടങ്ങുന്ന മൊത്തം ജനങ്ങളോടും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഓരോ ഇഞ്ചക്ഷൻ എടുപ്പിക്കണമെന്ന് പറയലായിരിക്കും നല്ലത്. കാരണം നല്ല ബോധത്തിൽ നിൽക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ് ഇപ്പോൾ സുരേഷ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ന് നിങ്ങൾ അവിടെ ആരെങ്കിലും, നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വിളിച്ചന്വേഷിക്ക്. അവിടെ ഒരു കൊടിനാട്ടൽ ചടങ്ങ് നടന്നിട്ടുണ്ട്. 75 സെന്റ് ഭൂമി, കോലിയാല എന്ന് പറയുന്ന വീട്ടുകാരുടെ 75 സെന്റ് ഭൂമി ഇന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി കൊടി കുത്തി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ് കഫേ ഡി സൈന എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ.
ആ കഫേഡി സൈന ഹോട്ടൽ നിലനിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം കോലിയാല എന്ന വീട്ടുകാരുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം, ആ സ്ഥലം ഇന്ന് കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? പണ്ടാര ഭൂമി എന്നാണ് അതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സുരേഷിന് അടക്കമുള്ള, അല്ലെങ്കിൽ സുരേഷ് അവർക്ക് ലക്ഷദ്വീപ് എന്ന് പാർട്ടി നേതാക്കൾ വിളിച്ചു പറയുന്ന, അവർക്കടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കച്ചേരി പണ്ടാരവും പണ്ടാരവും ഉണ്ട് ലക്ഷദ്വീപിൽ. കച്ചേരി പണ്ടാരം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സ്വന്തം ഭൂമിയാണ്. ആ കച്ചേരി പണ്ടാരം പല സ്ഥലങ്ങളിൽ, ലക്ഷദ്വീപിലെ പല സ്ഥലങ്ങളിൽ കച്ചേരി പണ്ടാരം ക്വിറ്റ് റെന്റ് കൊടുത്തുകൊണ്ട് പഴയ കാലത്ത് പാണ്ഡികശാല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ കഴിഞ്ഞ കാലത്ത് അത് പൊളിച്ചു മാറ്റിയ സംഭവങ്ങളും ലക്ഷദ്വീപിൽ എല്ലാവർക്കും അറിയാം. ആ സമയത്ത് പണ്ടാരഭൂമിയും കച്ചേരി പണ്ടാരവും ഒന്നായിരുന്നെങ്കിൽ അന്ന് മുതൽക്കേ ഈ ഭൂമികൾ സർക്കാർ പിടിച്ചെടുക്കേണ്ടതായിരുന്നു. അവിടെ തന്നെ മനസ്സിലാക്കണം, കച്ചേരി പണ്ടാരമല്ല പണ്ടാരഭൂമി, അത് രണ്ടും രണ്ടാണ്. ഈ പണ്ടാരഭൂമി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് തന്നെ അറക്കൽ ബീവി വഴി ലക്ഷദ്വീപിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക്, അവരുടെ വീട്ടുകാർക്ക് കൊടുത്ത സ്വത്ത് വകകളാണ്. ആ സ്വത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് കേസുകൾ വന്നു. കാരണം ഗവൺമെന്റിന് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അതിൽ കേസിൽ പോവുകയും അവസാനം കോടതി വിധി അനുസരിച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് സുരേഷിന്റെ പാർട്ടിയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് അവർക്ക് ഒക്യുപ്പൻസി റേറ്റ് അവർക്ക് തന്നെ കൊടുക്കണം. 40 വർഷത്തിൽ കൂടുതൽ ആരെങ്കിലും ആ സ്വത്ത് കൈവച്ചവർ ഉണ്ടെങ്കിൽ ആ പണ്ടാരഭൂമി എന്ന് പറയുന്ന ഭൂമിയുടെ ഒക്യുപ്പൻസി റേറ്റ് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ക്യാബിനറ്റ് അപ്രൂവലോട് കൂടിയുള്ള കടലാസ് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ മേശപ്പുറത്തിരിക്കുമ്പോൾ ദിനേശ്വർ ശർമ്മ ഉള്ള സമയത്ത് വന്ന കടലാസ് അദ്ദേഹം പരിശോധിച്ച് ഫൈനൽ ഒപ്പിടുന്നതിന് മുമ്പ് അദ്ദേഹം സുഖമില്ലാത്തത് കാരണം അദ്ദേഹം അവിടെ നിന്ന് പോയി. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പ് ലക്ഷദ്വീപുകാരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹം മരിച്ചുപോയി. മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വരുന്നത് പ്രഫുൽ കോടാഭായ് പട്ടേലാണ്. അദ്ദേഹം വന്ന ഉടനെ ആ ഫയൽ എടുത്ത് പരിശോധിക്കുകയോ നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ക്യാബിനറ്റ് തന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ലക്ഷദ്വീപിലെ ആളുകൾക്ക് സാധ്യമാക്കി കൊടുക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് ആ കടലാസ് മാറ്റിവെച്ചിട്ട്, ആ കടലാസ് അങ്ങനെ തന്നെ ചുരുട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട് അദ്ദേഹം LDAR എന്ന് പറയുന്ന ഒരു നിയമം വരുത്തുകയാണ് ചെയ്തത്. അതിലൂടെ സംഭവിച്ചിട്ടുള്ളത് സുരേഷ് ഒരു കാര്യം ഒന്ന് ചുരുക്കി പറയൂ, ഒന്ന് ചുരുക്കിയെടുത്താൽ ഈ പറഞ്ഞ ഭൂമി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ LDARൽ തന്നെ കരട് മാത്രമല്ലേ ഉള്ളൂ. ആ കരട് വെച്ചുകൊണ്ട് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കാനാകുമോ, കൊടി നാട്ടാനാകുമോ? ഒരു ചെറിയ ഉത്തരം ഞാൻ അദ്ദേഹത്തിലേക്ക് പോകും മുമ്പ് അദ്ദേഹം മറുപടി പറയട്ടെ. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, തീർന്നിട്ടില്ല. അങ്ങനെ LDAR വന്നതിന് ശേഷം സുരേഷിന് തന്നെ അറിയാം, ലക്ഷദ്വീപിലുള്ള അക്രീറ്റഡ് ലാൻഡിൽ നിൽക്കുന്ന ഫിഷർമാൻമാരുടെ ഷെഡുകൾ ആദ്യം പൊളിച്ചു മാറ്റി. നിങ്ങൾ അവിടുത്തെ ലക്ഷദ്വീപിലെ പാവപ്പെട്ടവരെയും ലക്ഷദ്വീപിലെ ജനങ്ങളെയും വിശ്വാസ്യതയിലെടുക്കുന്നതിന്റെ ഭാഗമാണല്ലോ ഷെഡ് മുഴുവൻ പൊളിച്ചു മാറ്റി. അവർക്ക് അവരുടെ ബോട്ട് ഉപകരണങ്ങളോ പുറത്ത് കൊണ്ടുപോയി വെച്ച് ഇന്നും അവർ കഷ്ടപ്പെടുന്നു. പലരും വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ഫിഷിങ്ങിന് പോകാൻ തന്നെ ടാസ്കായി മാറി ഫിഷിങ്ങിന് അവർക്ക് പോകേണ്ട കാര്യം. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതെ, ഈ വിഷയവും ഇന്ന് വന്ന വിഷയവും ഇവിടെ സുരേഷ് ഒരു നിമിഷം, ശ്രീ കോമളംകോയ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ്, ഭൂമി എന്നത് വളരെ മനുഷ്യനെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു അടുപ്പമുള്ളൊരു വിഷയമാണ്. അതിൽ പോലും ഇത്രമേൽ ആശങ്കയും നഷ്ടവും സംഭവിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ജനവിശ്വാസത്തെക്കുറിച്ച് ആർജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞു വെച്ചു. അതിനെയാണ് അതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ അവരോടും അതേക്കുറിച്ച് ചോദിച്ചത്. നോക്കൂ, ഇന്നലെ സ്വരാജ് ചർച്ച തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ പോലെ ദില്ലി ഹൈക്കോടതി തന്നെ പ്രതിഷേധമെല്ലാം രാജ്യദ്രോഹമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ചൂടാറും മുമ്പ് ലക്ഷദ്വീപിൽ ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു വിവാദമായ ഭരണ നടപടികളുമായി പോകുന്ന അതേ അഡ്മിനിസ്ട്രേറ്റർ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കേസെടുത്ത് അതിലേക്ക് രാജ്യദ്രോഹ കുറ്റം കൂടി വർഷങ്ങൾക്ക് ശേഷം കൂട്ടിച്ചേർത്ത് അവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പറയുന്നത് എത്രമാത്രം ജനവിരുദ്ധമാണ്. എത്രമാത്രം ഒരു ഭരണകൂടത്തെ അവർ വിശ്വാസത്തിലെടുക്കും. അവരുടെ മണ്ണും അവരുടെ അവിടുത്തെ അസ്തിത്വവും തകർക്കുന്ന ഈ നടപടികളൊക്കെ ചെയ്തിട്ടും നിങ്ങളതിനെ ജനവിശ്വാസം ആർജിച്ചു പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആളുകളെ പരിഹസിക്കലല്ലേ?
ശ്രീ ശരത്, ഇവിടെ CPM-ൻ്റെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞ രാജ്യദ്രോഹത്തെ സംബന്ധിച്ച്, എന്തായാലും CPM-ന് രാജ്യദ്രോഹത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഈ രാജ്യത്തു നിന്നെല്ലാം ഒറ്റപ്പെട്ട് ഇങ്ങനെ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയത്. എന്തായാലും അവരുടെ ഇപ്പോഴത്തെ വ്യാഖ്യാനം ഈ ഫറൂഖ് അബ്ദുള്ള കേസും അതോടൊപ്പം തന്നെ വിനോദ് ദുബെ കേസിനെ സംബന്ധിച്ചുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇന്നലെ വന്ന വിധിയും ആ കേസിൽ പറയുന്നത് സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ രാജ്യദ്രോഹ കുറ്റം അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ താങ്കൾ പരാമർശിച്ച സ്ത്രീ അത് നടത്തിയത് രാജ്യദ്രോഹമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇനി താങ്കൾക്ക് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നടത്തിയ പരാമർശം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ സമയം മെനക്കെടുത്തില്ല. ഹൈക്കോടതി അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം പുതിയ വിവരങ്ങൾ വന്നു. അവിടെ സ്ത്രീകളടക്കം ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബോർഡ് വെച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക. ഇന്നലെ ദില്ലി ഹൈക്കോടതിയും പറഞ്ഞതാണ്. ഒരു തരത്തിലും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ, അത് ഭരണഘടനാപരമായിട്ടുള്ളതാണ്, അതിനെ തീവ്രവാദവുമായി ബന്ധിപ്പിച്ച് പോയാൽ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ജനാധിപത്യം അപകടത്തിലാകും എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ താങ്കൾ പറഞ്ഞതിനും അപ്പുറമുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഐഷ സുൽത്താൻ മാത്രമല്ല, അതൊക്കെ നിയമപരമായിട്ട് നേരിടാൻ അവിടുത്തെ ജനതയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ ആരെങ്കിലും അധികാരം അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് നേരിടേണ്ടതാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ കാര്യത്തിൽ ഇവിടെ അവർ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അവർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ അവർ മാപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവർ മാപ്പ് പറയാനുള്ള കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ മാപ്പ് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കണം. ഇനി അവർ ഈ കമ്മീഷൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാപ്പ് പറയുന്നത് തടി രക്ഷിക്കാനുള്ള പണിയാണെന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ട്രയലിനെയും കോടതി അന്വേഷണവും നേരിടേണ്ടി വരും. അതിനെ സംബന്ധിച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഹൈക്കോടതിയുടെയും അതുമായി ബന്ധപ്പെട്ട കോടതിയുടെയും പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. അവർ വിദ്യാഭ്യാസമുള്ള, ഞങ്ങൾ ആരും ഈ ചർച്ചയിൽ അതേക്കുറിച്ചല്ല സംസാരിച്ചത്. തെറ്റിദ്ധരിച്ചതാണ്. ഇന്ന് വന്ന വാർത്ത മറ്റൊന്നാണ്. ഞാൻ വേണമെങ്കിൽ താങ്കളുടെ മുമ്പിലേക്ക് ഒന്നുകൂടി പറയാം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ 2019 സമരം ചെയ്ത സാധാരണക്കാരായ ആളുകൾ, താങ്കൾ പറഞ്ഞ പോലെ ഐഷ സുൽത്താനയുടെ കേസല്ല ഞാനിപ്പോൾ പറഞ്ഞത്, ആ ആളുകളെ ഇപ്പോൾ തെരഞ്ഞുപിടിച്ച് അവരുടെ പഴയ കേസുകളിലേക്ക് 124A കൂടി ചുമത്തി ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ വന്ന് അത് ഏത് തരം ജനവിശ്വാസം ആർജിക്കലാണ് എന്ന ചോദ്യമാണ്. ദില്ലി ഹൈക്കോടതി ഉന്നയിച്ച വിമർശനങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന അപകടകരമായ നീക്കമാണ് അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്നത്. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ല. അല്ല, അതിപ്പോൾ ശ്രീ ശരത്ത് പറയുമ്പോഴാണ് എനിക്കറിയാവുന്നത്. കാരണം ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ബൈൻഡിംഗ് ആണ്. ആ ജഡ്ജ്മെന്റിനനുസരിച്ച് മാത്രമേ അത്തരത്തിലുള്ള ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റൂ. അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് അതിനുവേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിനെന്തായാലും തൽക്കാലം കേരളത്തിലുള്ള CPM-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും സഹായമൊന്നും അവർക്ക് വേണ്ട എന്ന് ഇപ്പോൾ ഇവരെല്ലാം നിങ്ങൾ രാജ്യദ്രോഹത്തിൽ ഉറച്ചു നിൽക്കൂ എന്ന് പറഞ്ഞപ്പോഴും ഐഷ സുൽത്താന മാപ്പ് പറയാൻ തയ്യാറായത് അവർക്ക് ആ ഉപദേശം വേണ്ട എന്നതിൻ്റെ തെളിവാണല്ലോ. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അവിടെ BJP-ക്കെതിരായിട്ട് ഒരു വലിയ പ്രൊപ്പഗൻഡ നടക്കുന്നുണ്ട്. ആ പ്രൊപ്പഗൻഡ BJP-യെ ജനങ്ങളുടെ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ആ പ്രൊപ്പഗൻഡ മാത്രമാണ് അവിടുത്തെ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ കോമളൻകോയെ ഉൾപ്പെടെയുള്ള അവിടുത്തെ സേവ് ലക്ഷദ്വീപിന്റെ പ്രതിനിധിയും കൂടിയാണല്ലോ CPM-കാരനായിട്ടുള്ള കോമളൻകോയ ഉൾപ്പെടെയുള്ളവർ പറയേണ്ടത്, അവിടെ കാലങ്ങളായിട്ട് അവിടുത്തെ എംപിമാരുടെ പാർട്ടിക്കാരും കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ പിഴിയുകയാണ്. അവിടെ വരുന്ന കോൺട്രാക്റ്റ്, അവിടുത്തെ മത്സ്യ കയറ്റുമതി, മത്സ്യം പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ കൊള്ളയാണ് നടത്തുന്നത്. മുമ്പ് PM സെയ്ദും അദ്ദേഹത്തിൻ്റെ മകനും അവിടെ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ MP-യെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ഈ കൊള്ള, അവിടുത്തെ കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള കൊള്ള, ആ കൊള്ളയെയും അഴിമതിയെയും സേവ് ലക്ഷദ്വീപ് ഫോറം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനൊരു ഫോറം ഉണ്ടാക്കിയിരിക്കുന്നത്? ശരി. മാത്രമല്ല അവിടെ ഇപ്പോൾ തന്നെ അവിടെ ഈ അക്രമത്തെക്കുറിച്ച് പറഞ്ഞു. അവിടുത്തെ MP-യുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്.
അവിടുത്തെ ജനങ്ങൾ നിഷ്കളങ്കരാണ്. പക്ഷെ അവിടുത്തെ MP-യുടെ പേരിൽ ക്രിമിനൽ കേസ് ജനപ്രതിനിധികളായിട്ട് നിൽക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അവിടുത്തെ ജനങ്ങൾ നിഷ്കളങ്കരായിരിക്കുമ്പോൾ, അവിടെ ക്രൈം റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്ന MP ക്രിമിനലാണ് എന്നുള്ളത് നമ്മൾ തള്ളിക്കളയരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധികളും ഇങ്ങനെയുള്ള ആൾക്കാരും നിന്നുകൊണ്ട് ആ സേവ് ലക്ഷദ്വീപ് ഫോറം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിനെ സംരക്ഷിക്കാനല്ല, അതിലുപരി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സ്വന്തം താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിൽ കഴിഞ്ഞ 70 വർഷമായിട്ട് ലഭിക്കാത്ത വികസന സംരംഭങ്ങൾ വരണം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറണം, അവർക്ക് ആശുപത്രി വരണം, അവർക്ക് അവരുടെ അടിസ്ഥാന ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ഒരു ഗർഭിണിയെ കൊണ്ടുപോയത് ബോട്ടിലാണ്, ഫിഷർമാൻ ബോട്ടിലാണ്. അതിന്റെ പേരിൽ അവിടെ ഉണ്ടായ അത്യാഹിതത്തെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കോമളം കോയ ഇവിടെ പറയുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ജനതയെ സംരക്ഷിക്കാൻ ഇവിടെ BJP സർക്കാർ ഏകപക്ഷീയമായിട്ട് ലക്ഷദ്വീപിന് മാത്രം കൊണ്ടുവന്നതല്ല. 2017 നീതി ആയോഗാണ് ഇത്തരത്തിലുള്ള ഐലൻഡുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു ശുപാർശ മുമ്പോട്ട് വെച്ചത്. 20 പരം വരുന്ന ഐലൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിന്റെ ഗുണമാണ് ലക്ഷദ്വീപിന് ലഭിക്കാൻ പോകുന്നത്. ഈ ദ്വീപുകളുടെ അട്ടിമറിക്കരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. ആ ജനതയെ നന്നാകാൻ അനുവദിക്കൂ. നിങ്ങൾ രാഷ്ട്രീയപരമായി അഴിമതിക്കാരെയും ഗുണ്ടകളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമായിട്ട് ഈ സേവ് ലക്ഷദ്വീപ് ഫോറം മാറ്റി BJPയെ രാഷ്ട്രീയപരമായിട്ട് അകറ്റി ജനങ്ങളെ വഞ്ചിക്കരുത് എന്നുള്ളതാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരോട് BJPക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും ദ്വീപുകളുടെ വികസനത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാർ അത്രമേൽ വാചാലമാവുമ്പോൾ വല്ലാത്ത വൈരുദ്ധ്യം നിൽക്കുകയാണ്. സ്വരാജ്, അവിടുത്തെ ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടുകയും അവർ വല്ലാതെ ആധിയിലാവുകയും അവർ ജയിലിലാവുകയും ചെയ്യുന്ന ഒരു പ്രദേശത്ത് വികസനത്തെക്കുറിച്ച് അവരുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വൈരുദ്ധ്യം എവിടെയാണ് പൊരുത്തപ്പെടുക എന്ന് മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട്. കേരളം പ്രതികരിച്ചാൽ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ കേന്ദ്ര സർക്കാരും അതിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനവും നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ദ്വീപുകളുടെ വികസനത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലേക്ക് വരൂ. കേരളത്തിൽ ഈ കുഴൽപ്പണത്തിൻ്റെ പ്രശ്നം അതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അത് സാമ്പത്തിക ഭീകരവാദത്തിൻ്റെ പട്ടികയിലാണ് വരുന്നത്, രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നത്. ആ അന്വേഷണം നടന്നാൽ ആ അന്വേഷണം നടത്തുന്ന പോലീസിനെയും അതിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു നിലപാട് കേരളത്തിൽ BJP സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ദേശദ്രോഹം എന്ന് പറയുന്ന ആളുകൾ ഇവിടെ വരുമ്പോഴേക്ക് അവർ പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധം മുഖ്യമന്ത്രി അടക്കം ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ഇരട്ടത്താപ്പിലേക്കും BJP ഈ വിഷയങ്ങളെ ആകെ കൊണ്ടുപോവുകയാണോ? സ്വരാജ്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവർത്തിച്ച് കേട്ടല്ലോ. ഞാനിപ്പോൾ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു കണക്കിന് ഇതൊക്കെ നല്ലതാണ്. BJPയെക്കുറിച്ച് വല്ല തെറ്റിദ്ധാരണയുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല എന്നൊക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട BJP നേതാവ് പ്രസംഗിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ജനങ്ങൾ ശരിയായി വിലയിരുത്തട്ടെ. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനനായ BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ. കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, രാജ്യമാകെ ഉണ്ട്, കേരളത്തിൽ വിശേഷിച്ചുകൊണ്ട്. ഏറെക്കുറെ ജനങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, എന്താണ് പ്രതിഷേധ കാരണം. എന്നിട്ടും ഇന്ന് ഈ ചർച്ചയിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും വിധവും യഥാർത്ഥ വിഷയങ്ങളിൽ സ്പർശിക്കാതെ മറ്റെന്തൊക്കെയോ പറയാൻ എങ്ങനെയാണ് BJP നേതാവിന് കഴിയുന്നത് എന്നെനിക്ക് സംശയം തോന്നുന്നു. ഇവിടെ പ്രത്യേകമായി ഒരു കേസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഞാൻ കോട്ട് ചെയ്ത കേസും അങ്ങ് ഉദ്ദേശിച്ച കേസല്ല, ഞാൻ MC മേത്തയുടെ കേസാണ് ഉദ്ദേശിച്ചത്. അത് മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഭരണഘടനാപരമാണ്. ആ മൗലികാവകാശങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിച്ച ജനങ്ങളുടെ മേൽ നിങ്ങളെടുത്ത കേസ് എന്താണ്? അങ്ങ് ഇപ്പോഴത്തെ കേസ് മാത്രമാണ് പറയുന്നത്. ആ കേസിൻ്റെ അവർ മാപ്പ് പറഞ്ഞോ ഇല്ല എന്നൊക്കെ ഉള്ളത് തർക്ക വിഷയമാണ്. ഞാനതിൽ അവരുടെ വക്കീലല്ല, ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ വാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണ്, പൗരത്വ ഭേദഗതി വിഷയത്തിൽ അവിടെ പ്രതിഷേധിച്ചവർ, അവരുടെ പേരിൽ അന്ന് കേസെടുത്തു, അവർ ജാമ്യത്തിലിറങ്ങി. അത് കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ അവിടെ വന്നത്.
ഈ പ്രഫുൽ പട്ടേൽ വന്ന ശേഷം മുൻപ് നടന്ന സമരത്തിൻ്റെ ആ കേസിൽ പ്രതികളായിട്ടുള്ളവരുടെ മേൽ 124 കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദപ്രകാരം. അങ്ങ് അറിഞ്ഞിട്ടില്ലേ അത്? എൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ റഹീം, റഹീം, അതുപോലെ തന്നെ അഷ്കർ അലി, കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ആറ്റക്കോയ, ഇവരുടെയൊക്കെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചാർത്തി. എന്തു നെറുകേടാണത്? നിങ്ങൾ ഇതിനെയൊക്കെയാണോ ന്യായീകരിക്കുന്നത്? എന്ത് അധികാരമാണ് അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ ചെയ്യാനുള്ളത്? എന്നിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത അസഖ്യം വരുന്ന ആളുകൾ, അന്ന് കവറത്തിയിൽ മഹാസംഗമമാണ് നടന്നത്, അതിൽ പങ്കെടുത്തവരുടെ എല്ലാം പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തും എന്ന ഭീഷണിയിലേക്ക് വരുന്നു. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങ് ദയവായി ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് ധരിക്കരുത്. ഈ അനുഭവങ്ങളുടെ മുൻപിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്കാവുമോ? ഇങ്ങനെയാണോ നിങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്ററെയാണ് ഞാൻ വിമർശിച്ചത്. പിന്നെ അവിടെ വികസനം വേണമെന്ന് പറഞ്ഞു. അവിടുത്തെ വികസനമോ അവിടുത്തെ ജനക്ഷേമ പദ്ധതികളോ കൊണ്ടുവന്നാൽ ആരെങ്കിലും അതിനെ എതിർക്കുമോ? പകരം ജില്ലാ പഞ്ചായത്തിനും വില്ലേജ് പഞ്ചായത്തിനുമുള്ള അധികാരം, വിദ്യാഭ്യാസം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ ആരോഗ്യം, കൃഷി, ഈ വകുപ്പുകളിന്മേലെല്ലാം ഉണ്ടായിരുന്ന അധികാരം ഒറ്റയടിക്ക് എടുത്തു കളഞ്ഞ് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കുകയും അവിടുത്തെ പാവപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ വള്ളവും വലയും വെക്കുന്ന കുടിയിൽ പൊളിച്ച് കളഞ്ഞിട്ട് എന്ത് വികസനം ഉണ്ടാക്കുന്നത്? ഇതാണോ വിശ്വാസത്തിലെടുക്കുന്നത്? അവരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുക്കുക. കോമളം കോയ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഇന്നോ ഇന്നലെയോ നടന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കൊടി കുത്തിയിട്ട് ഭൂമി പിടിച്ചെടുക്കുകയാണ്. അവിടെ പുതിയ പുതിയ കരിനിയമങ്ങൾ നടപ്പാക്കുന്നു. ഞാൻ ലക്ഷദ്വീപിൽ പലതവണ പോയിട്ടുള്ള ആളാണ്. അവിടെ പോകുമ്പോഴൊക്കെ അവിടുത്തെ ജയിലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആളൊഴിഞ്ഞു കിടക്കുന്ന ജയിലാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ജയിൽ വേറെയില്ല. അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കുറ്റകൃത്യം. അവിടെയല്ലേ ഗുണ്ട ആക്ട് കൊണ്ടുവരുന്നത്? എന്തൊക്കെ അനീതിയും അക്രമവുമാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ വികസിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ വിശ്വാസത്തിലെടുക്കുക? നിങ്ങൾ എന്തിന് പാവങ്ങളുടെ വള്ളവും വലയും അനാഥമാക്കി ആ കുടിലൊക്കെ പൊളിച്ചു കളഞ്ഞു? നിങ്ങൾ എന്തിന് അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു? ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് നിങ്ങൾ എന്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെ വില്ലേജ് പഞ്ചായത്തിൻ്റെ അധികാരം മുഴുവൻ കവർന്നെടുത്ത് അഡ്മിനിസ്ട്രേറ്ററിലേക്ക് കൊണ്ടുപോയി? നിങ്ങൾ എന്തിന് അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു? അവരെ കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് മാഫിയക്കാരും തീവ്രവാദികളുമായിട്ട് എന്തിന് മുദ്ര കുത്തുന്നു? അവർക്കെല്ലാം രാജ്യദ്രോഹ കുറ്റം നിങ്ങൾ എന്തിന് ചാർത്തി കൊടുക്കുന്നു? നിങ്ങൾ ആ ജനതയോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആ ദ്വീപ് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള അജണ്ട തയ്യാറാക്കി അതിനൊരാളെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അതിനെ എതിർക്കും. അതിനെ എതിർത്തേ പറ്റൂ. മനുഷ്യത്വത്തിൻ്റെ പേരിൽ അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് നിഷ്കളങ്കരായ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ദ്വീപ് ജനത മറ്റു മാർഗമില്ലാതെ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഒരു മുന്നുപാധിയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ദ്വീപിനെക്കുറിച്ച് ഇവിടെ കുറേ പറഞ്ഞല്ലോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. അവിടെ ഒരു ദ്വീപ് നിവാസി ഇവിടെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടെ വന്നിട്ട് ഇവിടെ അസുഖം പിടിച്ചോ അപകടത്തിൽപ്പെട്ടോ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? ഇപ്പോഴും അങ്ങനെയല്ലേ? ജനിച്ച മണ്ണിൽ വളർന്ന വീട്ടിൽ അവർക്കൊരു നോക്കു കാണാനോ അവിടെ മൃതദേഹം സംസ്കരിക്കാനോ കഴിയില്ല. ഈ കൊച്ചിയിൽ സംസ്കരിക്കണം. ഇപ്പോഴും ഇതാണ് സ്ഥിതി. ഈ 21-ാം നൂറ്റാണ്ടിൽ അതൊന്ന് മാറ്റി കൊടുക്കാൻ നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ട് ഞങ്ങളിതാ മനുഷ്യത്വപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസം വരും. അതല്ലല്ലോ ചെയ്യുന്നത്. ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്ന ജനങ്ങളെ നിങ്ങൾ വീണ്ടും ശ്വാസം മുട്ടിച്ച് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെ നിശബ്ദരായിട്ടിരിക്കണോ? അത് നോക്കിയിരിക്കണോ? കാഴ്ചക്കാരായിരിക്കാൻ പറ്റുമോ? അങ്ങ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു മനുഷ്യനായിട്ടൊന്ന് ചിന്തിക്കുക. ശ്രീ സുരേഷ്, മറുപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇങ്ങനൊരു വലിയ ആശങ്കയും പ്രശ്നവും നിൽക്കുന്നു. പകരം എന്താണ് സംഭവിക്കുന്നത്? വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ പ്രവൃത്തി ഒരു ഭാഗത്ത്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് BJP നേതാക്കൾ പറയുന്ന വാക്കുമായി യാതൊരു ബന്ധവുമില്ല. ഒരു തരത്തിലും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ഇതാണിതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ പോകുന്നതോടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ പ്രതിഷേധങ്ങളെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുക, അതോടുകൂടി ഈ പറഞ്ഞ ഗുണ്ട ആക്ട് അടക്കം കൊണ്ടുവന്നൊരു നാട്ടിൽ അവരെ ജയിലിൽ അടയ്ക്കാം, അവരുടെ വായടപ്പിക്കാം, അവർ സംഘടിക്കാതിരിക്കാം. ഈ തരത്തിൽ പെരുമാറുന്ന ഒരു സവിശേഷമായ അപകടകരമായ അവസ്ഥയാണ്. അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ ചർച്ചകളിൽ പറയുന്ന നിങ്ങളുടെ ഉറപ്പുകൾക്കും നിങ്ങളുടെ വിശദീകരണങ്ങൾക്കും മനുഷ്യമുഖമുണ്ടാവുന്നത്, ആളുകൾ വിശ്വസിക്കുക? ശ്രീ സുരേഷ്. അല്ല, ഞങ്ങൾക്ക് ശ്രീ ശരത്, ഞങ്ങളുടെ പാർട്ടിക്ക് മനുഷ്യമുഖമുള്ളത് കൊണ്ടാണല്ലോ 353 MP-മാരും 16 സംസ്ഥാനങ്ങളുടെ ഭരണവുമുള്ള പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയത്. ഞങ്ങളുടെ മനുഷ്യമുഖമാണല്ലോ ബംഗാളിലും അതോടൊപ്പം ബംഗാളിൽ 3-ൽ നിന്ന് 77-ലേക്കും അവിടുത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും BJP എത്തിച്ചത്. ഞങ്ങളുടെ മനുഷ്യമുഖമാണല്ലോ ത്രിപുരയിൽ ഭരണം BJPയുടെ കരങ്ങളിലേക്ക് എത്താൻ കാരണം.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മനുഷ്യമുഖം എങ്ങനെയാണെന്ന് ലക്ഷദ്വീപ് നിവാസികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ അത് വ്യക്തമാക്കാനായിട്ടില്ല. മിസോറാമിലും നാഗാലാൻഡിലും ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ ഒക്കെ ഞങ്ങൾ ഇത്തരത്തിലുള്ള വികസനം കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാരെ ദ്രോഹിക്കാനായിട്ട് മതപരമായിട്ടുള്ള കയ്യേറ്റമാണ്, ആക്രമണമാണ്, ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതേ ആൾക്കാർ, ഇതേ കോൺഗ്രസ്സുകാരും CPM-കാരും ഞങ്ങളെ വിമർശിച്ചു. പക്ഷേ ഇന്നെന്താ കാണുന്നത്? അവർക്ക് വികസനം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ഭരിക്കേണ്ട പാർട്ടിയും BJP ആണെന്ന്. അങ്ങനെ ആ ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ട് മാറി. കാശ്മീർ ബൈഫർക്കേഷൻ നടന്നതിന് ശേഷം ലഡാക്കിലും കാശ്മീരിലും വന്നിരിക്കുന്ന വികസനം സമാനതകളില്ലാത്ത വികസനമാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും അതുമായി ബന്ധപ്പെട്ട ദ്വീപുകളിലും ഈ 2017 നീതി ആയോഗിന്റെ പദ്ധതി പ്രകാരം വികസനം കൊണ്ടുവന്ന് ആ നാട്ടിലെ ജനതയുടെ മുമ്പിൽ, അവരുടെ ഭാവി തലമുറയുടെ മുമ്പിൽ, അവരുടെ കുട്ടികളുടെ മുമ്പിൽ അത്ഭുതം സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കും. അതോടുകൂടി ലക്ഷദ്വീപിൽ ഇന്ന് കാപട്യം കാണിച്ചുകൊണ്ട് BJPയെ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഇക്കൂട്ടരുടെ ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാടകം അവസാനിക്കും. ഈ അഴിമതിക്കാരുടെയൊക്കെ നാടകം അവസാനിക്കും. ഞങ്ങൾ മറ്റൊരു കാര്യം പറയട്ടെ. ശ്രീ സ്വരാജ് ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ BJP ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ശ്രീ സ്വരാജ്, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് സഹ പാനലിസ്റ്റുകളുടെ പേര് വിളിക്കുന്നത് അങ്ങക്ക് അലർജിയാണ്. പക്ഷേ എനിക്ക് അങ്ങയുടെ പേര് പറയാൻ വലിയ അലർജിയൊന്നുമില്ല, അങ്ങ് ഒരു പൊതുപ്രവർത്തകനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ആരാണ് ആദ്യമായി ഭീഷണിപ്പെടുത്തിയത്? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ച് BJP കേരളത്തിൽ മുഴുവൻ അതിരൂക്ഷമായിട്ടുള്ള സമരം നടത്തിയ സമയത്ത് കെ സുരേന്ദ്രനുള്ള മറുപടി ഞാൻ ഇവിടെ പറയുന്നില്ല, അത് പുറത്തു കൊടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനല്ലേ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ചെയ്തതിനെ പെടുത്തിയതിനേക്കാൾ വലിയൊരു ഭീഷണി BJPയുടെ ഏതെങ്കിലും നേതാവ് കേരളത്തിൽ പെടുത്തിയിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ പിണറായി വിജയനല്ലേ. അതിനുശേഷമല്ലേ BJPക്കാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടത്? ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ നേരത്തെ ചോദിച്ചു അവിടുത്തെ BJP പ്രസിഡന്റിന് ആണോ ഉത്തരം കൊടുക്കേണ്ടത്? താങ്കൾ മനഃപൂർവ്വം ഒരു കാര്യം മറച്ചു വയ്ക്കുകയാണ്. അവിടുത്തെ MP ആയിട്ടുള്ള, അവിടുത്തെ നിലവിലുള്ള MP ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെയാണ് ഞാൻ മത നേതാവിന് ആ ഉറപ്പ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത്. കാരണം അദ്ദേഹം കാന്തപുരം മുസലിയാർ, അബൂബക്കർ മുസലിയാർ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തയച്ചു അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകളുമായിട്ട്. ആ കത്തിന് മറുപടിയായിട്ട് തിരിച്ച് കത്തയക്കുകയല്ല, നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ലക്ഷദ്വീപുകാരെ സംരക്ഷിക്കുക എന്നുള്ളത് BJP സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ എല്ലാം ചെയ്യൂ എന്ന് ഉറപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ശ്രീ സ്വരാജ്, ശ്രീ കോമളംകോയ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഉയർത്തുന്ന എല്ലാ പുകമുറയും വ്യക്തമാകും. അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്കോ കേന്ദ്ര സർക്കാരിനോ BJPക്കോ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ല. അവിടുത്തെ ജനങ്ങളുടെ ഒരു തുണ്ട് ഭൂമി പോലും ആ ജനങ്ങളുടെ അനുവാദമില്ലാതെ, കൺസെന്റ് ഇല്ലാതെ, അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാതെ BJPയുടെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കില്ല. അവിടുത്തെ പിരിച്ചുവിട്ട മുഴുവൻ ആൾക്കാരെ ടൂറിസം പൂർത്തിയായി കഴിഞ്ഞാൽ, അവിടുത്തെ കൃഷി മറ്റു കാര്യങ്ങളെല്ലാം ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ പുനരധിവസിപ്പിക്കും. അവിടെ ഇന്ന് എടുത്തിരിക്കുന്നു, ഇന്ന് കൊടികൊത്തി എന്ന് പറയുന്നത് അത് മാർക്ക് ചെയ്തിരിക്കുകയാണ്, ഭൂമി മാർക്ക് ചെയ്തിരിക്കുകയാണ്. കോമളംകോയ ശ്രീ സ്വരാജിനോട് ചോദിച്ചാൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കഴിഞ്ഞ 40 വർഷമായി മാർക്ക് ചെയ്തിരിക്കുന്ന റെയിൽവേക്ക് വേണ്ടിയും പാലത്തിന് വേണ്ടിയും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വന്ന് കാണിച്ചു തരും. ഇവിടെയൊക്കെ 40-50 വർഷമായിട്ട് ഇവിടുത്തെ മുന്നണികൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കൊടി കുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാവണ്ട, അതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ അമിത്ഷാ എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കുവാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്കോ കളക്ടർക്കോ സാധിക്കില്ല. അമിത്ഷാ അവിടുത്തെ ജനതയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് സമാനതകളില്ലാത്ത വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരുമെന്ന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്കാണ് BJP സർക്കാർ അവിടെ പാലിക്കുന്നത്. നിങ്ങൾ മുതലക്കണ്ണീരൊഴുക്കിയാലും കോൺഗ്രസുകാരും എത്ര മുതലക്കണ്ണീരൊഴുക്കിയാലും അവിടുത്തെ ജനത നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ അവിടെ കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള മൂഢവിചാരമൊന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം ലീഗിനും വേണ്ട. അവിടുത്തെ ജനത നല്ല
മതേതരത്വവും ദേശീയതയും ഉൾക്കൊള്ളുന്ന ജനതയാണ് എന്ന് ഇതിനോടകം ചരിത്രത്തിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞവരാണ്. വലിയ ഉറപ്പ്, വലിയ വാഗ്ദാനം പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് കേട്ടില്ല. ഒരു നിമിഷം, അതല്ല, ഞാൻ ഈ താങ്കൾ നൽകിയ ഉറപ്പുകളുണ്ടല്ലോ, ആ ഉറപ്പുകളെക്കുറിച്ച് ലക്ഷദ്വീപുകാരനായിട്ടുള്ള കോമളം കോയ എത്രമാത്രം വിശ്വസിക്കുന്നു, എത്രമാത്രം അവിശ്വസിക്കുന്നു എന്ന് ചോദിക്കാൻ മാത്രമേ ഞാൻ തുനിഞ്ഞുള്ളൂ. താങ്കൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വെച്ച്. സുരേഷ്, ഞാൻ വരാം. കോമളം കോയ, എന്താണ് അതിലെ പ്രശ്നം? എന്താണ്? അദ്ദേഹം വലിയ ഉറപ്പുകളും വാഗ്ദാനങ്ങളും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു. ഭൂമി ഏറ്റെടുക്കും, പക്ഷേ പണം തരും. സുരേഷ്, ഞാൻ ഇത്ര നേരം കേൾക്കാൻ വിചാരിച്ച ഒരൊറ്റ ചോദ്യം ആദ്യം കേട്ടുകൊള്ളട്ടെ. ലക്ഷദ്വീപിൽ നിന്ന് BJPയുടെ പ്രവർത്തകർ പഠിപ്പിച്ച് രാഷ്ട്രീയം പഠിച്ച ആളല്ല ഞാൻ. അതാദ്യം ശ്രീ സുരേഷ് മനസ്സിലാക്കുക. ഞാൻ രാഷ്ട്രീയം പഠിക്കുന്നതും രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആശയവും ആദർശവും എന്താണെന്ന് വ്യക്തമായിട്ട് സുരേഷിന് അറിയാം. എന്നോട് സുരേഷ് ഇവിടെ ഇരുന്ന് ചോദിച്ചത് ശ്രീ സുരേഷിൻ്റെ തെറ്റല്ല, അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു തന്നു. അവിടുത്തെ മുൻകാല MP-മാരുടെ ചരിത്രം പറഞ്ഞാൽ ഞാൻ വാചാലനാകും, അവരെയൊക്കെ കുറ്റപ്പെടുത്തും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിക്കൊണ്ട് അവരുടെ ജോയിൻറ്റ് കോർഡിനേറ്റർ ആയിക്കൊണ്ട് ഞാൻ സ്ഫടിക തുല്യമായിട്ട് താങ്കൾക്കൊരു ഉത്തരം തരാം. അവിടെ ഒരു ഭരണപക്ഷമേ ഉള്ളൂ, അഡ്മിനിസ്ട്രേറ്റർ. ഞങ്ങളൊക്കെ പ്രതിപക്ഷങ്ങളാണ്. ആ നാടിന്റെ കാര്യത്തിൽ എന്നതിൽ മാത്രമേ അവിടെ ചോദ്യമുള്ളൂ. അത് സന്ദർഭോചിതമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകൾ നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഭരണമുണ്ടാവണം. ഇന്ന് ശ്രീ സുരേഷ്, ഒരു മിനിറ്റ്, സുരേഷിന് സമയം തീർച്ചയായിട്ടും തരും. എൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് ശ്രീ സുരേഷിന് വ്യക്തമായിട്ട് അതിനൊരു മറുപടി പറയാൻ സമയം തരും. ഇന്ന് സുരേഷ് അടക്കമുള്ള BJP പ്രവർത്തകർ മുഴുവൻ ഇന്ന് നമ്മൾ വാചാലനാകുന്നത് ആർക്ക് വേണ്ടിയാ? ഒരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാൽ ഭരിക്കപ്പെടുന്ന ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഏതോ ഒരു കോർപ്പറേറ്റിന് വേണ്ടി. ഇന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ ഡാമൻഡ്യൂവിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കംപ്ലൈന്റ് അയച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് എത്ര കോൺട്രാക്ട് കൊടുത്തു എന്ന് ചോദിക്കാൻ. അതിന്റെ വിശദ വിവരങ്ങളും വെച്ചിട്ടാണ് സെൻട്രൽ മിനിസ്ട്രിയിലേക്ക് കത്തയച്ചിട്ടുള്ളത്. ഇന്ന് ലക്ഷദ്വീപിൽ വന്നിറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തിന് കോർപ്പറേറ്റുകളുമായിട്ടുള്ള ബന്ധവും അദ്ദേഹം ഏതൊക്കെ കോർപ്പറേറ്റുകൾ അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെന്നും ലക്ഷദ്വീപിന്റെ LDAR ആരെടുത്ത് വായിച്ചു നോക്കിയാലും മിനിമം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ഒരു ഓർഡർ വരുന്ന സമയത്ത് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഭിന്നിച്ചു പോകും എന്നൊരിക്കലും സുരേഷ് കരുതരുത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കാലം മുതൽക്കേ ലക്ഷദ്വീപിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബാക്കി പാർട്ടികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ഒടക്ക് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല സഖാവ് AK ഗോപാലൻ അടക്കമുള്ള ആളുകൾ ലക്ഷദ്വീപിന്റെ ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസിന് ഫസ്റ്റായിട്ട് ലക്ഷദ്വീപിന് വേണ്ടി ആരാണോ പണിയെടുത്തതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിന്റെ ആദ്യ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ജസീറ സാക്ഷ്യപ്പെടുത്തും അത് സഖാവ് AK ഗോപാലൻ എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വമാണെന്ന്. അന്ന് മുതൽ ഇന്നോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വോട്ടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നത് ശ്രീ സുരേഷ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ പ്രവർത്തന ശൈലിയും വേറെയാണ്. ഇന്ന് സമരരംഗത്ത് ഞങ്ങൾ നിൽക്കുന്നു. സമരരംഗത്ത് നിൽക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായ സമന്വയത്തോടു കൂടിയേ പോയിട്ടുള്ളൂ. നിങ്ങളെ അടക്കം ചേർത്തു. നിങ്ങളെ എന്തിനാ പുറത്താക്കിയത്? നിങ്ങളുടെ നയം ശരിയല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും എനിക്ക്. അതിനെക്കുറിച്ച് ചർച്ച വന്നാൽ അപ്പോൾ സംസാരിക്കാം. കൂടുതൽ ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ ചർച്ച ചെയ്തതാണ്. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ദാമൻദ്വീപിലെ PWD വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ സ്റ്റാഫും ചേർന്ന് ഈ പറഞ്ഞ പ്രഫുൽ പട്ടേൽ എന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രധാനമന്ത്രിക്ക് ദാമൻദ്വീപിൽ 400 കോടിയുടെ ക്രമക്കേടുകൾ, നിർമ്മാണ കരാറുകളും മറ്റും നൽകിയതിലെ പിഴവുകളും പിശകുകളും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാട്ടിക്കൊടുത്ത പരാതിയുടെ പകർപ്പും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരൊറ്റ ലക്ഷദ്വീപ് യാത്ര, ഞാൻ മനസ്സിലാക്കുന്നത് 6000 രൂപയുള്ളൂ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഗത്തിയിലേക്ക് വിമാനത്തിൽ പോയാൽ. ആ സ്ഥലത്തേക്ക് അദ്ദേഹം 23 ലക്ഷം രൂപ ഒരു യാത്രയ്ക്ക് ചെലവാക്കി നടത്തിയതിൻ്റെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റു മാധ്യമങ്ങളിലൂടെയും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ സ്വരാജ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഉന്നയിച്ച 2 കാര്യങ്ങളാണ്. രാജ്യമാകെ 2014 മുതൽ അവർക്ക് ലഭിക്കുന്ന ജനവിധിയുടെ ആ അംഗീകാരത്തോടുകൂടി അവർക്ക് രാജ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നമേഖലകളിൽ പരിഹരിച്ച് ആ കേന്ദ്ര ഭരണത്തിനും മോദി ഭരണത്തിനും അമിത്ഷായ്ക്കും പോകാനായിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് നിങ്ങളൊക്കെ അവരെ സംശയിക്കുന്നു, അപകടകരമാണ് എന്ന് പറയുന്നു. പക്ഷേ നാളെ തിരുത്തേണ്ടി വരും. ആ ജനത ഒന്നാകെ മോദിക്കൊപ്പം BJPക്കൊപ്പം ചേരുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്.
അതിൻ്റെ യുക്തി എവിടെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്? 2, അദ്ദേഹം പറഞ്ഞത് താങ്കൾ തിരുത്തേണ്ടത് താങ്കളുടെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. സുരേഷ്, തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിക്കട്ടെ, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഈ സഹ പാനലിസ്റ്റുകളെ പേര് വിളിക്കുന്നത് അലർജിയാണെന്ന്. മുമ്പൊരിക്കലും ഈ ചർച്ചയിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അത് സഹ പാനലിസ്റ്റുകളോടുള്ള അനാദരവ് കൊണ്ടല്ല. നമ്മളിത് ഈ ചർച്ചയിൽ ഒരുമിച്ച് കൂടുന്നുവെങ്കിലും ജനങ്ങളുടെ മുൻപാകെയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടലോ ഒരു യുദ്ധമോ അല്ല, ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് അതിന് പുറത്ത് വ്യക്തിപരമായി സംസാരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ പേര് തന്നെ അഭിസംബോധന ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ശൈലി എന്ന് കണ്ടാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചയിലുള്ള സമീപനത്തെ ഞാൻ എതിർക്കുന്നു. എനിക്ക് വിയോജിപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്പെസിഫിക്കായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അതവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്, രാജ്യദ്രോഹ കുറ്റം 1 വർഷം മുൻപ് നടന്നിട്ടുള്ള സമരത്തിൻ്റെ മേൽ ഇപ്പോൾ ചാർത്താൻ ശ്രമിക്കുന്നത്, ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ആ കുറ്റം ചാർത്തിയത്, മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളെല്ലാം പൊളിച്ചു നീക്കി അവരെ ദ്രോഹിച്ചത്, അവരുടെ കൈവശം പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഭൂമിയിൽ ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ കൊടികുത്തിയത്, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങയുടെ മറുപടി എന്താണ്? അങ്ങയുടെ മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, ബംഗാളിൽ ജയിച്ചു, എല്ലായിടത്തും സീറ്റ് കിട്ടി, എല്ലാവരും ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ്. നിങ്ങളുടെ വിജയത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. തീർച്ചയായും അതിൽ നിങ്ങൾ അഭിമാനിച്ചോളൂ, വേണമെങ്കിൽ അഹങ്കരിച്ചോളൂ, എനിക്കതിൽ വിരോധമില്ല. പക്ഷേ ഒരു നയത്തെ സംബന്ധിച്ച വിമർശനം ഉയർന്നു വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾ ആരെങ്കിലും ഒരു വിമർശനം ഉയർത്തുമ്പോൾ LDFനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ തന്നെ അതിനിങ്ങനെ ഒരു മറുപടി പറഞ്ഞാലോ? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ 100 സീറ്റ് നേടി അധികാരത്തിൽ വന്നതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജനവിരുദ്ധമാണത്? തെരഞ്ഞെടുപ്പ് വിജയത്തെ ചൂണ്ടിക്കാട്ടി നയവൈകല്യത്തെ ന്യായീകരിക്കുന്നത് ജനവിരുദ്ധമാണ്. ഹിറ്റ്ലറും ഭൂരിപക്ഷം നേടിയാണ് ജയിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലായിടത്തും നിങ്ങൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളെ വെച്ച്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന നിങ്ങളുടെ 1 സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ വിമർശിച്ചുകൂടെ, അല്ലെങ്കിൽ പരിഹസിച്ചുകൂടെ? അത് മറ്റൊരു പ്രശ്നമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപിൽ നിങ്ങൾ നടപ്പാക്കുന്ന കരിനിയമങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന നിലപാടുകൾക്കും അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങൾ എന്തൊക്കെ പറയുന്നു? അവിടുത്തെ MP ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് ആയിരിക്കാം, എനിക്കറിയില്ല. അങ്ങ് പറയുമ്പോൾ എന്താ കേസെന്നൊക്കെ അങ്ങ് വിശദീകരിച്ചോളൂ. പക്ഷേ ആ മാനദണ്ഡം വെച്ചാൽ ഇപ്പോൾ BJP മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുണ്ട്? നിങ്ങളുടെ BJP MP-മാരിൽ എത്ര MP-മാർ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ളവരുണ്ട്? അവരെല്ലാം രാഷ്ട്രീയം വിട്ടുപോകണമെന്നും അവരെല്ലാം യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റവാളികളാണ് എന്നും താങ്കൾ കരുതുന്നുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ സമർത്ഥമായി മാറുന്നത്? ഞാൻ വീണ്ടും അങ്ങയോട് ആവർത്തിച്ച് ചോദിക്കുന്നു, എന്തിനാണ് അവിടെ ഗുണ്ട ആക്ട് നിങ്ങൾ കൊണ്ടുവരുന്നത്? നിങ്ങൾ എന്തിനാണ് മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ അടിച്ചു പൊളിച്ചോ തകർത്ത് അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ട നിലയിലേക്ക് എത്തിക്കുന്നത്? നിങ്ങൾ എന്തിന് അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു? നിങ്ങൾ എന്തിന് 3 വർഷം കൂടുമ്പോൾ അവരുടെ കെട്ടിടങ്ങളും ഭൂമിയും പുതുക്കണം, അതിൻ്റെ ഉടമസ്ഥാവകാശം പുതുക്കണമെന്നും ഇല്ലെങ്കിൽ 2 ലക്ഷം പിഴയടക്കണമെന്നും അത് വൈകിയാൽ ദിവസം 20,000 രൂപ പിഴയടക്കണമെന്നുള്ള കരിനിയമം നിങ്ങൾ കൊണ്ടുവന്നത് എന്തിന്? നിങ്ങൾ എന്തിന് ഈ നാട്ടിലെ 70,000-ഓളം വരുന്ന നല്ലവരായ പാവപ്പെട്ടവരായ ഒരു ജനതയെ ഇങ്ങനെ അതിക്രമിച്ച് തകർത്ത് നശിപ്പിച്ച് അത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു? ആ ദ്വീപ സമൂഹങ്ങളെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയാൽ അവരെ രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രതികളാക്കുന്ന ഈ കലാപരിപാടി നിങ്ങളെ ജനങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾ പറയുകയാണ് 2-3 ദിവസം കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ അവിടെ മാറ്റങ്ങൾ വരുത്തട്ടെ, ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഇതിനെല്ലാം വിപരീതമായി അവിടെ വികസനം കൊണ്ടുവരുന്നാൽ അതിനെ സ്വാഗതം ചെയ്യുമല്ലോ. വികസനം കൊണ്ടുവരുന്നത് ഇങ്ങനെയല്ല. വികസനം കൊണ്ടുവരുന്നാൽ ആരും എതിർക്കുകയുമില്ല. നിങ്ങൾ യഥാർത്ഥ വികസനം കൊണ്ടുവന്നാൽ ആരെതിർക്കും? ദ്വീപിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിനെ പിന്തുണയ്ക്കില്ലേ? ജനാധിപത്യത്തിന്റെ ശബ്ദം, വിയോജിപ്പിന്റെ ശബ്ദം, എതിർപ്പിന്റെ ശബ്ദം, അതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത് ഉചിതമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രിയെക്കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞു, ആ ഭീഷണി എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതായിട്ട് കേരളം കണ്ടിട്ടില്ല, കേരളത്തിലാരും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഭീഷണിയായി തോന്നിയ എന്തെങ്കിലും പരാമർശം വന്നോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സ്പെസിഫിക്കായി ഉന്നയിച്ചത് വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതൊക്കെ ഏതോ കാലത്തെ പൊതുയോഗ പ്രസംഗങ്ങളുടെ ശൈലിയാണ്.
നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിൽ വീട്ടിൽ കിടന്നിറങ്ങില്ല എന്നും പറയുന്ന ഒരു നല്ല വർത്തമാനമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജനാധിപത്യത്തിൽ അതിനൊന്നും ഇടമില്ല. നമുക്ക് കുറേ കൂടി വിഷയാധിഷ്ഠിതമായി സംസാരിക്കാം, തർക്കിക്കാം, കലഹിക്കാം. അതിനപ്പുറത്ത് വെല്ലുവിളികൾക്കും ഭീഷണിക്കും എന്ത് പ്രസക്തി? ഏറ്റവും ഒടുവിൽ സുരേഷ് സംഭവിച്ചത് ഇത് തന്നെയാണല്ലോ. നേരത്തെ കോമളംകോയ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണപക്ഷവും ഒരു ജനത ആകെ പ്രതിപക്ഷത്തുമാകുന്ന നിലയിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്ന വികസനവും ജനക്ഷേമവും ആ നാട്ടിൽ അവസാനം എത്തി നിൽക്കുന്നത്. അതുതന്നെയാണ് ലക്ഷദ്വീപിൻ്റെ പ്രശ്നവും. ശ്രീ ശരത്, പ്രഫുൽ കോട പട്ടേൽ ഇപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ ചാർജുള്ള ഒരാളാണ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് തുടരാം, ഇല്ലെങ്കിൽ മറ്റൊരാൾ വരാം. ഞാൻ പറയുന്നത് BJPയുടെ നയത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, ഈ കേരളം നമ്മളെടുക്കുക, അത് ശ്രീ മംഗളംകോയും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ നിങ്ങൾ ഈ വികസനത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ ഗെയിൽ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മുടെ സ്വരാജൊക്കെ സമരം ചെയ്ത് അത് കുളമാക്കിയിട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന് പിണറായി വിജയന് സൽബുദ്ധി തോന്നി, അദ്ദേഹം അത് നടപ്പാക്കി. അതോടൊപ്പം തന്നെ കൂടംകുളം പദ്ധതി ഇവിടെ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് നരേന്ദ്രമോദി സർക്കാർ. അതോടുകൂടി ഇന്ത്യ മുഴുവൻ തന്നെ ഈ ഇലക്ട്രിക് കറണ്ടിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വികസനമാണ്. കേരളത്തിൽ എത്ര ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു എന്ന് സ്വരാജിനോട് സ്വകാര്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫോണിൽ ചോദിച്ചു നോക്കൂ, അദ്ദേഹം പറഞ്ഞു തരും. 10,000-കണക്കിന് കോടി രൂപയുടെ വികസനം ഈ കേരളത്തിൽ പോലും, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോലും BJP സർക്കാർ നൽകി. അതാണ് BJPയുടെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. എന്തേ അങ്ങനെ ചെയ്യാൻ ലക്ഷദ്വീപിൽ കഴിയാതെ പോകുന്നു? അതാണ് അതിലെ ചോദ്യം. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ മാർഗത്തിലൂടെ ലക്ഷദ്വീപിൽ ഇത് ചെയ്തുകൂടാ? അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. അതാണ് ശരത്, ശ്രീ ശരത്, ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വികസനമാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ ഗെയിലിന്റെ പുറത്ത് കയറിയിരുന്ന്, പൈപ്പിന്റെ പുറത്ത് കയറിയിരുന്ന് ഇൻകുലാബ് വിളിച്ച ആൾക്കാരെ അവിടുത്തെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി അങ്ങോട്ട് ക്ഷണിക്കരുത്. ഓക്കെ, അവിടുത്തെ വികസനത്തെക്കുറിച്ച് അവിടുത്തെ ജനതയ്ക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ ഇന്ന് അവിടുത്തെ ലക്ഷദ്വീപിലെ ജനത ഒറ്റക്കെട്ടായി BJP നൽകുന്ന വികസനത്തിന്റെ പുതിയ രഥത്തിലേറി അവര് ജീവിതം മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസമാണ്. വീണ്ടും ശ്രീ കോമളംകോയ, ലക്ഷദ്വീപിലെ മുഴുവൻ ജനതയോട് ഞങ്ങൾ അത് പറയാൻ സുരേഷ് ആവർത്തിക്കുന്നത് ആ ആത്മവിശ്വാസമാണ്. ഒറ്റ വാചകത്തിൽ ശ്രീ കോമളംകോയ, ഒന്ന് നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ് ആ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് യോജിക്കാനും വിയോജിക്കാനുള്ളത്? ഒറ്റ വാചകത്തിൽ പ്ലീസ്. വികസന തേരിലാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സൂചിപ്പിച്ചു, ലക്ഷദ്വീപില് ഇപ്പോ ടൂറിസം ആയാലും ഫിഷിംഗ് ആയാലും ഇത്തരത്തിലുള്ള 2 കാര്യങ്ങളിൽ നിങ്ങൾ കണ്ണുവെച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ലക്ഷദ്വീപിലെ ടൂറിസത്തിലൂടെ ലക്ഷദ്വീപിലെ സാധാരണക്കാരൻ രക്ഷപ്പെടും. അത് പാടില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അൺഇൻഹാബിറ്റഡ് ഐലൻഡുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് എഴുതാൻ തീരുമാനിക്കുകയും ലക്ഷദ്വീപുകാരുടെ ജീവിക്കുന്ന അവരുടെ സ്വന്തം മണ്ണിൽ അവരുടെ ഭൂമി പോലും അവരുടെ വീട് പോലും പിടിച്ചെടുക്കാനുള്ള നിയമം കൊണ്ടെന്ന് അതുകൂടി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയിട്ട് അവരുടെ അടിമപ്പണിയെടുത്ത് അവിടുത്തെ ലക്ഷദ്വീപുകാരെ ജീവിപ്പിക്കും, അതിലൂടെ അവർക്ക് പൈസ കൊടുക്കുമെന്ന് പറയുന്നത് ലക്ഷദ്വീപുകാർ സ്വീകരിക്കുകയാണെങ്കിൽ സുരേഷെ തീർച്ചയായിട്ടും സുരേഷിന്റെ പാർട്ടി അവിടെ ഭരിക്കും അടുത്ത പ്രാവശ്യം. ഏതായാലും അവിടുത്തെ MP-യോട് പറയൂ, ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ പറയൂ. ഒരു നാടിന്റെ പൊതുവായ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കൊള്ളയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ അല്ലല്ലോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കർഷകർക്ക് കൊടുക്കാൻ പറയൂ. സ്വരാജ് നേരത്തെ കേട്ടല്ലോ, വികസനത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ ഉദാഹരിച്ചുകൊണ്ടാണ് സുരേഷ് ലക്ഷദ്വീപിന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം അത് പൂർത്തീകരിച്ചു. കോമളംകോയ അതിനോട് വിയോജിച്ചു. നേരത്തെ സ്വരാജ് കൈ ഉയർത്തുന്നതും കണ്ടു. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് അതിനോട് ചേർത്ത് പറയാനുള്ളത് താങ്കൾക്ക് സുരേഷ് പറഞ്ഞു വെച്ചതിനോട്? അല്ല, അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്നോട് പ്രതികരിക്കാൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ ഗെയിലിനെതിരായ പ്രതിഷേധം വസ്തുതയാണ്, യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം എങ്ങനെയാണ് മാറിയത്, എങ്ങനെയാണ് ഗെയിൽ പൂർത്തിയായത്? പ്രതിഷേധിച്ചവരെ രാജ്യദ്രോഹ കേസിൽ പ്രതികളാക്കിയല്ല ഈ ഗവൺമെൻറ് ചെയ്തത്. അവരെ വിളിച്ചിരുത്തി അവരുടെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ആവലാതി കേട്ട് നഷ്ടപരിഹാരം 10 മടങ്ങായി വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ പ്രതിഷേധം അടങ്ങി. അങ്ങനെയാണ് പദ്ധതി പൂർത്തിയായത്. അത് ആ സമീപനം സ്വീകരിക്കണം. പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹ കേസിൽ പ്രതികളാക്കരുത്. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോലും
എന്തൊരു ജനവിരുദ്ധതയാണ് അങ്ങയുടെ മനസ്സിലിപ്പോഴും. ഇതെന്തോ ഔദാര്യമാണോ? നമ്മൾ എന്തെല്ലാം നികുതി കേന്ദ്രത്തിലേക്ക് അടയ്ക്കുന്നു, ആ നികുതി അടയ്ക്കുന്നതിൻ്റെ തോത് കണക്കിലെടുത്താൽ 1 രൂപ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തിരിച്ച് പദ്ധതികളായി വരുന്നതിൻ്റെ കണക്ക് ഈയിടെ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 25 പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഉത്തർപ്രദേശിന് അത് 1 രൂപ 75 പൈസയാണ് കണക്ക്. നമ്മളിപ്പോഴും അവഗണിക്കപ്പെട്ടവരാണ്. നമ്മുടെ നാടിന് വേണ്ടി കുറെ കൂടി ശക്തിയിൽ നിങ്ങളൊക്കെ ആവശ്യപ്പെട് BJP നേതൃത്വത്തോട്. ഈ നാടിനെ അവഗണിക്കരുത്. കേരളത്തിന് ആ കഞ്ചിക്കോട്ട ഫാക്ടറിയൊക്കെ, കോച്ച് ഫാക്ടറിയൊക്കെ നമുക്ക് വേണം. ഈ അവഗണനയുടെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. അതിനെ മറച്ചു വെക്കാൻ കഴിയില്ല. ഞാൻ കൂടുതൽ സമയം അപകരിക്കുന്നു. തീർച്ചയായും അത് വളരെ അതിന് പ്രത്യേക നന്ദി. ഏതായാലും സുരേഷ് അതിനോട് യോജിക്കുകയും ചെയ്തു. വികസനം ആ നിലയിൽ മുന്നോട്ട് പോകണം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാവണം ആ വികസനത്തിന്. പക്ഷേ ലക്ഷദ്വീപ് ജനതയ്ക്ക് എങ്ങനെ അവർക്കൊരു വിശ്വാസം ആർജിച്ച് അവരുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അകറ്റി ഒരു ഭരണകൂടത്തിന് പോകാനാകും എന്ന സംശയം ഇപ്പോഴും നിൽക്കുകയാണ്. പ്രതികാര നടപടികൾ എന്ന് തോന്നിപ്പിക്കാവുന്ന കടുത്ത നടപടികളിലേക്ക് ഈ വൈകുന്നേരവും അവിടുത്തെ ഭരണകൂടം പോയി എന്നുള്ള അങ്ങേയറ്റം അപകടകരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം പട്ടേലിൻ്റെ സാമന്ത ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്ത്. വളരെയധികം നന്ദി 3 ആളുകൾക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്.